ഗൈസ്, ഇന്ന് നമ്മളെ നാട്ടിലെ പുതിയ അംഗനവാടിന്റെ ഉദ്ഘാടനമാണ്. നമ്മളെ മെമ്പർ വോട്ട് വെച്ച് വന്നപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പുതിയൊരു അംഗനവാടി. നമ്മളിപ്പോ നാട്ടിലെ സെലിബ്രിറ്റി ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനത്തെ ക്ഷണങ്ങളൊന്നും തള്ളിക്കളയാൻ വേണ്ടി പറ്റൂല. താഴെ വെച്ച് പോടെ ഓക്കെ, പക്ഷെ മേലെ വെച്ച് 100% നമ്മളെ മെമ്പറിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വേറെ ആരല്ല, മുനിസിപ്പാലിറ്റി ചെയർമാനാണ്. അങ്ങനെ ചെയർമാൻ വന്ന് ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും മറന്നാലോ അല്ലെങ്കിൽ കാട്ടിലേതെങ്കിലും അനിമൽസിനെ കാണണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഓടി വന്നിട്ട് ഇവിടുത്തെ ചുമര് നോക്കിയാൽ മതി. ഈ സൗന്ദര്യത്തിന് മുന്നിൽ ഏതെങ്കിലും ആരാജകുമാരുണ്ടാവോ? നാടമുറി ഉദ്ഘാടനത്തിന് ശേഷമുള്ള അടുത്ത പരിപാടിയാണ് ഉദ്ഘാടന പ്രസംഗം. അങ്ങനെ പിന്നെ എല്ലാവരും അതിനേക്ക് വേണ്ടി ഒത്തുകൂടി. നമ്മളെ നാടിന്റെ വേറെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വരാൻ പറ്റുന്ന മാക്സിമം ആൾക്കാരൊക്കെ അവിടെ വന്ന് എത്തിച്ചേരലുണ്ട്. പിന്നെ നമ്മളെ പരിപാടിക്ക് കുറച്ചും കൂടി മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ലഡും പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇനി മുതൽ അങ്ങോട്ട് അംഗനവാടിന്റെ നെടുന്തൂണുകളായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന കസാരകൾ കൈമാറ്റം ചെയ്തുകൊണ്ട് ഒഫീഷ്യലായിട്ടുള്ള ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ തീർത്തു. ഈ പരിപാടിന്റെ കൂടെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് നടന്നുപോയി. കുറച്ച് ദിവസമായിട്ട് മുങ്ങിയാടുന്നത് മെഡിക്കൽ ക്യാമ്പിന് തല കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു മഹദീനെ നമുക്ക് ഇന്ന് കണ്ടിട്ടിട്ടുണ്ട്. പെരേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഈ മുമ്പ് കൂടെ ഉള്ള ചാലിൽ കുറച്ച് മീൻ ഒഴുകുന്നുണ്ടത്. അപ്പൊ നമ്മളെ മൈൻഡ് ഒരു 10 വർഷം ബാക്കോട്ടേക്കായി. പിന്നെ വളരെ സാഹസികമായിട്ട് അതിന് 3-4 മീനിനെ പിടിച്ചിട്ട് നമ്മൾ പെരേക്കും പോയി. അപ്പൊ ഓക്കെ ബൈ.